ഹലോ ഗായ്സ്, കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, പിന്നെ കുറച്ച് മടിയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ പിന്നെ ഇടാഞ്ഞത്. ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ബാൽക്കണിയിലാണ്. അപ്പോൾ നമ്മുടെ കൃഷിയാണ് കാണുന്നത്. വലിയ കൃഷിയൊന്നുമില്ല. കുറച്ച് ടൊമാറ്റോ ചെടിയുണ്ട്, പിന്നെ കുറച്ച് സ്പിനാഷ് ഉണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു പോയി. നമ്മൾ വിളവെടുത്ത് പ്രാവശ്യം കറിയൊക്കെ ഉണ്ടാക്കിയിട്ടോ. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഉണങ്ങിപ്പോയി. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൂച്ചെടി കാണുന്നുണ്ട്. പിന്നെ അതാ മുറിച്ച് നിൽക്കുന്നത്, അത് ആക്ച്വലി ഞാൻ ക്യാപ്സിക്കത്തിൻ്റെയും ടൊമാറ്റോ ഇല്ല, ക്യാപ്സിക്കം, വഴുതന, വെണ്ട, അങ്ങനെ 3 സീഡ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറേ ലേറ്റായിട്ടാണ് മുളച്ച് വന്നത്. ഇപ്പോൾ ഇത് വലുതായി വരുന്നേ ഉള്ളൂ. ബട്ട് ഇത് എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല. വെണ്ടയാണോ വഴുതനയാണോ അതോ ക്യാപ്സിക്കാണോ, എന്താണ് വലുതായി വന്ന് കായ ഉണ്ടായി കഴിഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ ഇത് നമ്മൾ ടൊമാറ്റോ മീൻസ് നമ്മുടെ സാധാരണ ടൊമാറ്റോ അല്ല, സലാഡ് ടൊമാറ്റോ എന്ന് പറയും. ചെറിയ കുഞ്ഞു ടൊമാറ്റോകൾ കൊലയായിട്ടുണ്ടാവുന്നതാണിത് ടൊമാറ്റോ. അപ്പോൾ ആക്ച്വലി ഇത് കുറേ ഉണ്ട്. മീൻസ് ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലത്തെ ടൊമാറ്റോ നമ്മൾ വിത്ത് പാകിയപ്പോൾ 1-2 മുളച്ച് വന്നുള്ളൂ. പക്ഷെ അത് നന്നായി വന്നില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്ത് ചെയ്തു, ഇപ്രാവശ്യം നമ്മൾ വിത്തിട്ടപ്പോൾ കുറേ വിത്തിട്ടു. അപ്പോൾ പക്ഷെ എന്തുണ്ടായി, എല്ലാം മുളച്ച് വന്നു. ഞാനൊരു വലിയ ചട്ടിയിലാണ് ഇട്ടത്. അപ്പോൾ കുറേ മുളച്ച് വന്ന് എല്ലാം നന്നായിട്ട് വലുതായി വന്നു. അപ്പോൾ എനിക്ക് പേടിയായി, ഇതെല്ലാം ഉണങ്ങിപ്പോയാലോ വെച്ചിട്ട് ഞാൻ ഒരു രണ്ടെണ്ണമല്ല, ഒരു 3-4 തൈ വലുതായി വന്നപ്പോൾ ഞാൻ കുറച്ച് 2-3 തൈ വെച്ച് ഞാൻ ഓരോ ചട്ടിയിലും അങ്ങനെ മാറ്റി നട്ടു കേട്ടോ. പിന്നെ അപ്പോൾ എന്തുണ്ടായി, ബാക്കിയുള്ളതൊക്കെ ഞാൻ അവിടെ തന്നെ നിർത്തി. കാരണം ഇതിപ്പോൾ 2-3 ഉണ്ടല്ലോ, എല്ലാം നശിച്ച് പോയില്ലല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ അതൊന്നും നശിച്ച് പോയില്ല, എല്ലാം നല്ലോണം വലുതായി വന്നു. അപ്പോൾ ഞാൻ വളവും വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ നല്ലോണം തഴച്ച് വലുതായി. അതിനിടയ്ക്ക് മഴയൊക്കെ ഒന്ന് പെയ്തു. അപ്പോൾ അതേ ഫ്രൂട്ട്സ് ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ തക്കാളി, ഇതിങ്ങനെ ഇത് ഒരുപാട് വലുതാവില്ല, കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് പിന്നെ അത് റെഡാവാൻ തുടങ്ങും. സലാഡ് ടൊമാറ്റോ ആണ്, നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇടാൻ പറ്റുന്ന ചെറിയ തരത്തിലുള്ള ടൊമാറ്റോ. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്, കാരണം നമ്മൾ പച്ചയിൽ നമുക്ക് കായ ഉണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ അത് ഞാൻ കാണിച്ചതിലാണ്. അതുകൊണ്ട് വലിയ ഗാർഡനൊന്നുമില്ല. ആക്ച്വലി എല്ലാ കൊല്ലം ഞാൻ കുറേ പൂച്ചെടികളും അതൊക്കെ വാങ്ങിച്ച് വെക്കും. ഇക്കൊല്ലം ഞാൻ ഒന്നും വെച്ചില്ല. ഇത് നമുക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നൊരു ചെടിയാണ്. ആദ്യം തന്നെ ഒന്ന് വലുതായതാണ് കേട്ടോ. ഇതിലൊരു പർപ്പിൾ കളർ പൂവൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഇവിടേക്ക് ഒരു ചട്ടി ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം വച്ചതിൻ്റെ വിത്ത് അതവിടെ കിടന്നിട്ട് പിന്നെ അതന്നെ വലുതായതാണ്. ഇക്കൊല്ലം അത് വെച്ചത് ഇതാണ്. പക്ഷേ ഇതിന് പൂവായിട്ടില്ല. ഓരോള്ളതിന് പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ എല്ലാ കൊല്ലം നമ്മൾ ഇതൊക്കെ പൂവിട്ട് നല്ല ഫ്ലറിഷ്ഡ് ആകുമ്പോഴേക്കും നമ്മൾ നാട്ടിൽ പോവും. കാരണം ഇവിടെ വെക്കേഷൻ ഓഗസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ ഓഗസ്റ്റിൽ മിക്കവാറും നമ്മൾ നാട്ടിൽ പോവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും ഇതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. കാരണം വെള്ളം ഒഴിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഇതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ടൊമാറ്റോ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ മിക്കവാറും നമ്മൾ ഇത് പഴുത്ത് കഴിക്കാറാകുമ്പോഴേക്കും നമ്മൾ നാട്ടിൽ പോവും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ എന്നാലും നമ്മൾ മീൻസ് ഇവിടെ എന്താ പറയുക, ഇക്കൊല്ലം എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നമുക്കുള്ള സ്ഥലത്ത് നമ്മൾ വെച്ചതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ സ്പിനാഷ് നമുക്ക് കുറച്ച് ഒരു പിടിയോളം കിട്ടി. അപ്പോൾ അത് നമ്മൾ കറി വെച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് പോയി. പിന്നെ ഇപ്പോൾ ഈ ഇത് വഴുതനയാണോന്ന് അറിയില്ല. എനിക്ക് ഇല കണ്ടിട്ട് വഴുതനയാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ പറയാൻ പറ്റില്ല. പിന്നെന്താണ്, അപ്പോൾ നമ്മൾ ഇതിന് വളം ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് പലതരത്തിലുള്ള വളങ്ങൾ കിട്ടും കേട്ടോ. പക്ഷേ ഇതാണ് ഞാൻ ഇടുന്ന വളം. ഇതിന് ബയോമുൾ എന്നാണ് പറയുക. മുൾന്ന് വെച്ചാൽ വേസ്റ്റ്, ബയോമുൾന്ന് വെച്ചാൽ നമ്മുടെ ജൈവവളം. മീൻസ് വലിയ രാസവസ്തുക്കളൊന്നും ഇല്ലാത്ത ജൈവവളമാണിത്. അതാണ് നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കാറ്. ഇത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. കണ്ടോ, ഓപ്സ്റ്റ് എന്ന് വെച്ചാൽ ഓപ്സ്റ്റുണ്ട്, ഗമ്യൂസെ, ഡുങ്കർ. അതായത് ഓപ്സ്റ്റ് എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, ഗമ്യൂസെ എന്ന് വെച്ചാൽ വെജിറ്റബിൾസ്. അപ്പോൾ നമുക്കിതിൽ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇടയ്ക്ക് വളമായിട്ട്. പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, ഇതൊക്കെ ഉണ്ടോ,
ഇതും നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെയാണ് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതും ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ മണ്ണ് കിട്ടുക ഇങ്ങനെയാണ് കേട്ടോ, ചാക്കിലാണ് കിട്ടുക മണ്ണ്. അത് എത്ര കിലോൻ്റെ വേണമെങ്കിലും കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടോ ഇങ്ങനെ മണ്ണിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം. 10 കിലോൻ്റെ കിട്ടും, 20 കിലോൻ്റെ കിട്ടും, 5 കിലോൻ്റെ കിട്ടും, 2 കിലോൻ്റെ കിട്ടും. അപ്പോൾ ഈ മണ്ണെന്ന് വെച്ചാൽ എല്ലാം മിക്സ് ചെയ്തിട്ട് മണ്ണാണ്. അതായത് ഇതിൽ തന്നെ കുറച്ച് അവർ വലുതാക്കും, കൊണ്ടുവരുമ്പോൾ തന്നെ അതിന് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ മണ്ണിന് തന്നെ ഒരു ഗുണം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യത്തെ നമ്മളെന്തെങ്കിലും നട്ട് വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ മണ്ണിൻ്റെ ഗുണം കുറയും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ അതിൽ വീണ്ടും വളങ്ങൾ മിക്സ് ചെയ്ത് അതിനൊന്ന് പോഷക സമ്പുഷ്ടമാക്കിയിട്ട് വേണം അടുത്ത് നടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് കളയാം, അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ചെടി നടൽ. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു സംരംഭം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പിന്നെ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. അപ്പോൾ അത് കണ്ടോ, ഇവിടെ നല്ല സമ്മറായ കാരണം നല്ല ഗ്രീനറിയാണ്. ശരിക്കൊരു കാട് പോലെയാണ് കേട്ടോ, നിറച്ച് ട്രീസൊക്കെ ആയിട്ട്. ഈ പുൽത്തകിടി ഓർമ്മയുണ്ടാവും, ഇവിടെയാണ് നമ്മുടെ മുയലൊക്കെ റാബിറ്റൊക്കെ എപ്പോഴും വരാറ്. അപ്പോൾ ഇന്നിപ്പോൾ കാണാനില്ല, ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ 1 വീക്കായിട്ട് നല്ല തണുത്ത ചെറിയൊരു മഴയും കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ വിൻ്ററായി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞ് ഒന്നും ഉണ്ടാവില്ല, സ്റ്റെം മാത്രമേ ഉണ്ടാവുള്ളൂ മരങ്ങളുടെ. ഇപ്പോൾ ഇവിടെ നല്ല ഫ്ലറിഷ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വീട്ടിലിരിക്കുന്നതൊക്കെ ഒരു കാടായിരുന്നു ഒരു 5-8 കൊല്ലം മുമ്പ് വരെ, 5-6 കൊല്ലം മുമ്പ് വരെ. ഈ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങൊക്കെ വന്നിട്ടൊരു 4-5 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് ഇവിടെയൊക്കെ കാടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം.